അതൊരു സാധാരണ ആളുകളിലേക്ക് വരുന്നത് പോലെയാണോ, ഒരു പൊളിറ്റിക്കലി ഡ്രിവൺ ആയിട്ടുള്ള ഒരാളിലേക്ക് വരുന്നത്? അപ്പൊ അതില് കുറച്ച് ആശങ്കകൾക്ക് സ്ഥാനമില്ലേ? ഇല്ല, എവിടെയാണ് സ്ഥാനം? ഇപ്പം ഞാൻ ചോദിക്കുന്നു, പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ട് ED അന്വേഷണം നടക്കുന്നു. അതിനിവിടെ വന്ന് തിരുവനന്തപുരത്ത് വന്നപ്പോൾ എന്തിനാണ് അവിടെ കുറേ സഖാക്കന്മാർ ചെന്നിട്ട് അതിനെ കല്ലെറിയാനും ബഹളത്തിനും പോയത്? അതിവിടുത്തെ ഒരു നടപടിക്രമമല്ലേ? ആ തടസ്സം നീക്കിയതാരാ? കോടതിയാണ് പറഞ്ഞത് അന്വേഷിച്ചോളാൻ, അല്ലേ? 2 വർഷം തടഞ്ഞു വെച്ചതിന് ശേഷം കേരള ഹൈക്കോടതി പറയുന്നു ഇനി തടസ്സമില്ല, നിങ്ങൾ അന്വേഷിച്ചോ എന്ന് പറയുന്ന സമയത്ത് അങ്ങനെ ഇപ്പോൾ ഞങ്ങളുടെ സഖാവിൻ്റെ വീട്ടിൽ കയറണ്ടെന്ന് പറഞ്ഞിട്ട് പോകുന്നതിന് പേരാരാ? എന്തിനാണ് അതിന് പോകുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കോടതിയാണ് പറയുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ED CBI എന്നൊക്കെ പറയുമെങ്കിലും ഈ നടപടിക്രമങ്ങളെല്ലാം ചലഞ്ച് ചെയ്യപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരു നേതാവിനെതിരെ, പാർട്ടി വിട്ടു പോയിരിക്കുന്ന നേതാവാകാം, നിങ്ങളുടെ പ്രതിപക്ഷത്തുള്ള നേതാവാകാം, ആ എതിരെ എടുക്കുന്ന എല്ലാ നടപടിക്രമവും ഒരു സംവിധാനത്തിന് മാത്രമായിട്ട് ചെയ്യാൻ കഴിയുന്നതിന് ലിമിറ്റുണ്ട്. നിങ്ങൾ എന്തോ എൻക്വയറി ചെയ്ത് കഴിഞ്ഞാലും വിത്തിൻ സോ മെനി ഡേയ്സ് നിങ്ങളിത് കോടതിയിൽ കൊണ്ടുപോയി പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ കോടതിയിൽ തടസ്സം പറയാം. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൊന്നും കോടതി തടസ്സം പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ് ഈ എൻക്വയറി മുന്നോട്ട് പോകുന്നത്. തടസ്സം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ആ തടസ്സം ഏതെങ്കിലും ഘട്ടത്തിൽ അവരത് മാറ്റിയിട്ടുമുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നു, സംവിധാനത്തിനെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ വരുന്ന സമയത്ത് കോടതി എന്താ തീരുമാനിച്ചിട്ടുള്ളത്? ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസ്, അരവിന്ദ് കെജ്രിവാളിൻ്റെ ലിക്കർ സ്കാം വന്നിരുന്ന സമയത്ത് കോടതി എന്താ പറഞ്ഞു? കോടതി പറഞ്ഞ പ്രഥമ ദൃഷ്ട്യാ തെളിവുകളുണ്ട് എന്നാണ് പറഞ്ഞത്. അതൊന്നും ഫാബ്രിക്കേറ്റഡ് അല്ല. ഇതെല്ലാം നിങ്ങളുടെ മന്ത്രിസഭാ യോഗത്തിൻ്റെ രേഖകളും തീരുമാനങ്ങളുമാണ്. അതല്ല എന്ന് ആരെങ്കിലും പറഞ്ഞു? ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളോ വേറെ ഏതെങ്കിലും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരായിരുന്ന ആൾക്കാരോ ഇത് ഇങ്ങനൊരു ക്യാബിനറ്റ് ഡിസിഷനിലെ ഈ ഡോക്യുമെൻ്റ് ഫേക്കാണ്, ഇത് ഇവരുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞു? ഇല്ല. അപ്പോൾ ആ ഡിസ്കഷൻസ് എല്ലാം നടന്നിരിക്കുന്നത് ക്യാബിനറ്റാണ്, ക്യാബിനറ്റിൻ്റെ ഡെലിബറേഷൻസാണ്, ക്യാബിനറ്റിൻ്റെ ഓർഡറാണ്. എന്ന് വെച്ചാൽ മന്ത്രിസഭയുടെ തീരുമാനം, സർക്കാരിൻ്റെ തീരുമാനം. ആ തീരുമാനത്തിൻ്റെ പുറത്ത് ശരി ഞങ്ങൾക്ക് ഇത്ര കമ്മീഷൻ കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ നേരത്തെ സർക്കാരിന് കിട്ടിയിരുന്ന ഇത്ര വരുമാനത്തിൽ കട്ടുണ്ടാകുന്ന രീതിയിൽ ഒരു സാധനം കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ ലോസ് ഉണ്ടാക്കി. അതൊരു സ്റ്റേബിൾ കേസാണ്. അപ്പോൾ പിന്നെന്താ ചെയ്യുക? ആ കേസിനെ ഫൈറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു ഘട്ടം വന്നപ്പോഴത്തേക്ക് കെജ്രിവാളിനെ അതിൽ നിന്ന് വിടുതൽ കിട്ടുന്നു, പക്ഷേ അതിനെ ചലഞ്ച് ചെയ്യുന്ന സമയത്ത് ആ കേസ് വീണ്ടും തീർന്നിട്ടില്ല, വീണ്ടും അതിങ്ങനെ നടന്നു പോകുന്നു. ഞാൻ പറഞ്ഞത്, അങ്ങനെയെങ്കിൽ കെജ്രിവാളിനെ വെറുതെ വിട്ടതാരാ? ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഒന്നുമല്ല, ഇന്ത്യയിലെ കോടതിയാണ്. എന്ന് വെച്ചാൽ ആ വന്നിരിക്കുന്ന തെളിവുകൾ കോടതിക്ക് ബോധ്യപ്പെടുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് കോടതി പറഞ്ഞു ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. അതുവരെ കോടതികൾ എന്താ പറഞ്ഞത്? ഇത് ഓക്കെയാണ്, ഇത് നമുക്ക് പരിഗണിക്കാം, ഇത് പ്രസ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. കോടതി പറഞ്ഞു പ്രൈമ ഫേസി ഇതിന് ഇത്ര കോടി രൂപയുടെ ഡീലിനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ട്, തെളിവുണ്ട് എന്ന് പറഞ്ഞത് കോടതിയല്ലേ. അപ്പം ഞാൻ പറഞ്ഞത്, അത് ആദ്യമേ വേണമെങ്കിൽ കോടതിക്ക് ഇതില്ല എന്ന് പറഞ്ഞ് തള്ളാമായിരുന്നല്ലോ. അങ്ങനെ കോടതി തള്ളിയില്ലല്ലോ. പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ട CMRലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോടതി പറഞ്ഞിരിക്കുന്നത് എന്താ? കോടതി പറഞ്ഞിരിക്കുന്നത് അന്വേഷിക്കാമെന്ന്. കാരണം അതിനകത്തിൽ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ഇത് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊരു വാദം അവിടെയുണ്ട്, അതുമായി ബന്ധപ്പെട്ട രേഖകൾ അവിടെയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? കോടതി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ കോടതിക്ക് പറയാൻ പറ്റുമോ ഈ പിണറായി വിജയൻ്റെ പാർട്ടി CPM ആണ്, അത് പ്രതിപക്ഷത്താണ്, BJP ആണ് EDയെ ഓടിക്കുന്നത്, അതുകൊണ്ട് ഇവർ രാഷ്ട്രീയ പകപോക്കലാണ്? ഇതൊന്നും കോടതിയുടെ കൺസിഡറേഷൻസ് അല്ലേ. രാഷ്ട്രീയമായിട്ട് ഇവർക്ക് ഇതൊക്കെ പറയാം. ഇപ്പോൾ നാഷണൽ ഹെറാൾഡ് കേസ് അന്വേഷിക്കുന്നു, രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എതിരെ നാഷണൽ ഹെറാൾഡ് കേസ് അന്വേഷിക്കുന്നു. അപ്പോൾ അന്നേരം പ്രതിഷേധവുമായിട്ട് ഞങ്ങൾ ED ഓഫീസിലേക്ക് പോകും എന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ട് എന്താ? അവിടെ അല്ല കേസ് തീരുമാനിക്കപ്പെടുന്നത്, ആ കേസ് തീർപ്പ് കൽപ്പിക്കപ്പെടുന്നത് കോടതിയിലാണ്. അപ്പോൾ കോടതിയിൽ നിങ്ങളുടെ നേതാവിനെ സംരക്ഷിക്കാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള തെളിവ് എന്താണോ അത് കാണിക്കുക. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കെല്ലാം ഈ പബ്ലിക് പെർസെപ്ഷൻ അനുസരിച്ചിട്ടാണ് കോടതികൾ പ്രവർത്തിക്കുന്നതെന്നൊരു ധാരണയുണ്ട്. കോടതിക്കൊക്കെ ഈ പബ്ലിക് പെർസെപ്ഷൻ എന്ന് പറയുന്നത് പുല്ലാണ്. കോടതി ഈ പബ്ലിക്കിന് വേണ്ടിയിട്ടല്ല വിധി എഴുതുന്നത്. പബ്ലിക് എങ്ങനെ ഒരു വിധിയെ കാണുമെന്നുള്ളതൊന്നും കോടതിയുടെ പരിഗണനയല്ല. അവരുടെ ബുക്കുണ്ട്, അവർ ലേൺ ചെയ്തിരിക്കുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട്, അതിനകത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇപ്പോൾ ജനങ്ങൾ ചിന്തിക്കുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ ദിലീപ് കേസിൽ ദിലീപിനെ തൂക്കിക്കൊല്ലണമായിരുന്നു. തൂക്കിക്കൊന്നോ? ദിലീപിനെ വെറുതെ വിട്ടു. ദിലീപിനെ വെറുതെ വിട്ടാൽ നാട്ടുകാർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നൊരു ജഡ്ജ് കരുതുന്നുണ്ടോ? ഇല്ല. അവരുടെ മുന്നിൽ വന്നിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ ആ കേസിനെ കാണുന്നത്, അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചാനൽ ചർച്ചകളിൽ കാണുന്നുണ്ട് ദിലീപിനെ തൂക്കിക്കൊല്ലണമായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് ചർച്ചകളിൽ വന്നിട്ട് പറയുന്നത്. ഇവരെ പിടിച്ച് ജഡ്ജായിട്ട് അവിടെ ഇരുത്തിക്കൂ, ഇതേ വിധിയേ വരുള്ളൂ. കാരണം അവരവിടെ തെളിവ് അപ്രീഷിയേറ്റ് ചെയ്യാനാണ് ഇരിക്കുക. തെളിവ് നോക്കുക, ഇവർക്ക് സംശയം ചോദിക്കും. നമുക്ക് ഈ ചർച്ചയിൽ വന്നിരുന്നിട്ട് എന്തും പറയാം, അക്കൗണ്ടബിലിറ്റി സീറോയാണ്. പക്ഷെ നിങ്ങളാണ് ജഡ്ജ് എങ്കിൽ നിങ്ങളുടെ മുന്നിൽ വരുന്ന തെളിവിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കിങ്ങനെയൊക്കെ ചിന്തയുണ്ടാവും, ഇത് അങ്ങനെയായിരിക്കും മറ്റേതായിരിക്കും, പക്ഷേ എൻ്റെ മുന്നിലിരിക്കുന്ന തെളിവ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളായിരുന്നു ജഡ്ജെങ്കിൽ ഈ വിധിയെ വരുള്ളൂ.
ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്വർണ്ണക്കൊള്ള നടന്നിട്ടില്ല മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞു. ജഡ്ജായിട്ട് നമ്മളിൽ ഒരാളാണ് ഇരിക്കുന്നതെങ്കിലും അതാണ് ഫാക്ച്വൽ ഇൻഫർമേഷൻ. അപ്പോൾ അവിടെ പൊളിറ്റിക്സ് ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് കേസ് എടുക്കാം, രാഷ്ട്രീയമായ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ കേസ് എടുക്കാം, എന്ന് ചെയ്യാം. പക്ഷേ ഇൻ എ കോർട്ട് ഓഫ് ലോ നിങ്ങൾക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഭയപ്പെടുന്നുണ്ടോ, ഇതിന് തടസ്സഹർജിയുമായിട്ട് പോകുന്നുണ്ടോ, എൻക്വയറി വേണ്ട എന്ന് പറയുന്നുണ്ടോ, അതിനൊരൊറ്റ മീനിങ്ങേ ഉള്ളൂ, എനിക്ക് എന്തോ പേടിക്കാനായിട്ടുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ അന്വേഷണം വന്നാൽ സ്വാഗതം ചെയ്യുന്നതിന്. അന്വേഷണം വരിക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇ ഡി ഉടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതല്ലല്ലോ എൻ്റെ അർത്ഥം. ഇ ഡി തന്നെ പറഞ്ഞല്ലോ, ഞങ്ങളിവിടെ അക്യൂസ്ഡായിട്ട് ആരെയും വെച്ചിട്ട് പോലുമില്ല, ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടി, ഞങ്ങളിതിനെപ്പറ്റി അന്വേഷിക്കുന്നു. FIR പോലും വേണ്ടത് പ്രോസിക്യൂഷനിലേക്ക് പോകുന്ന സമയത്ത് മാത്രമാണ്. ഞങ്ങളിപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നേ ഇല്ല. ഞങ്ങൾക്ക് സെർച്ച് ചെയ്യാം, ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാം, ഞങ്ങൾക്ക് പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാം, ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ് ഞങ്ങൾക്കുണ്ട്, ഞങ്ങളത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഷീ ഈസ് നോട്ട് ഈവൻ എൻ അക്യൂസ്ഡ്. പിന്നെ ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ടാണ് പോയി എതിർക്കുന്നത്? CMRൽ അക്യൂസ്ഡ് അല്ല, പിന്നെ ആരാ അക്യൂസ്ഡ്? ഞാൻ പറഞ്ഞത്, അതിന് നമ്മൾ അങ്ങേ ദൂരേന്ന് വെള്ളം വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴേ മുണ്ട് മടക്കി കുത്തി നടക്കേണ്ട കാര്യമില്ലല്ലോ. അത് വെള്ളം വരുന്ന സമയത്ത് നോക്കിയാൽ മതി. അതേസമയം തന്നെ ഈ വീണ വിജയനെ വീണ വിജയന്റെ വീട് ED ചെക്ക് ചെയ്യുമ്പോഴും ഇപ്പോൾ ഭരണപക്ഷത്തുള്ള കുറെ പേരുടെ പേരുകൾ അതിലുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിലേക്കൊന്നും ED ഒരു നോട്ടമെറിയുന്ന കൂടിയില്ല എന്നുള്ള ഒരു വലിയ പ്രശ്നവും ഇതിൽ കാണുന്നില്ല. ഇതൊരു പൊളിറ്റിക്കലി ടാർഗറ്റഡ് ആണ് എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ്. ED കേസെടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് വേറൊരു കേസിന്റെ അടിസ്ഥാനത്തിൽ ED നേരിട്ടല്ല കേസെടുക്കുന്നത്. EDക്ക് അവിടെ SFIയുമായി ബന്ധപ്പെട്ടൊരു കേസുണ്ട്. SFIയുടെ കേസ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇൻകം ടാക്സിൻ്റെ വേറൊരു കേസ് വരുന്ന സമയത്താണ്. എന്ന് വെച്ചാൽ ഈ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തിയിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട് CMRൻ്റെ. അത് 130 കോടി രൂപ എന്തോ ആയിരുന്നു. അത് ഫേക്ക് ട്രാൻസാക്ഷൻസ് ആണ് എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു കേസുണ്ട്. ഫേക്ക് എക്സ്പെൻസസ് കാണിച്ചു, ടാക്സ് വെട്ടിച്ചു. ആ കേസ് CMRൽ അഡ്മിറ്റ് ചെയ്യുന്നു. എന്നിട്ട് സെറ്റിൽമെൻറ്റിന് പോകുന്നു, അവർ പണം അടയ്ക്കുന്നു. ഈ സമയത്താണ് നമ്മുടെ ഷോൺ ജോർജ് ഇതിലേക്ക് വരുന്നു. ഷോൺ ജോർജ് വന്നതിന് ശേഷം ഇല്ല, ഇതിൽ ഫ്രോഡുണ്ട്, ഇതൊരു കോർപ്പറേറ്റ് ഫ്രോഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിലുള്ള കമേഴ്സ് മിനിസ്ട്രിക്ക് പരാതി കൊടുക്കുന്നു. അപ്പോൾ അവരതിനെ ROCയെ വെച്ചിട്ടും SFIയെ വെച്ചും ഒക്കെ അന്വേഷിക്കുന്നു. അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരതിനകത്തൊരു പ്രെഡിക്കേറ്റ് ഒഫൻസ് കണ്ടെത്തുന്നു. അതിലൊരു ഒഫൻസ് ഉണ്ട്, പ്രൊസീഡ്സ് ഓഫ് ക്രൈം ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നറിയുന്ന സമയത്ത് ഇൻഫർമേഷൻ എടുത്തിട്ടാണ് ED ഇതിലേക്ക് വരുന്നത്. എന്ന് വെച്ചാൽ ഇതിൽ അന്വേഷണം നടക്കുന്നത് മുഴുവനും ഇൻകം ടാക്സിൻ്റെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടും പിന്നീട് കോർപ്പറേറ്റ് മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിൻ്റെ ഫ്ലോ മുഴുവനും. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന മറ്റ് സാധനങ്ങളാണ് ഈ ലൂസ് ഷീറ്റ് ഓഫ് പേപ്പറിൽ എഴുതിയിരിക്കുന്ന PV RC KK എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർക്ക് എഴുതിയിരിക്കുന്ന പൈസ കൊടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേസുകളില്ല, ഇതുമായി ബന്ധപ്പെട്ട് ട്രാൻസാക്ഷൻ ട്രെയിലുകളില്ല, എവിഡൻസ് ഇല്ല, ഒന്നുമില്ല. ആകെ പേപ്പറിൽ എഴുതിയിരിക്കുന്നതാണ്. ഒരാളുടെ ഡയറിയിൽ മാത്രം പേപ്പറിലോ അല്ലെങ്കിൽ അങ്ങനെ എഴുതി വെച്ചത് മാത്രം തെളിവല്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വേറെ ഉണ്ടായെങ്കിലേ പറ്റുള്ളൂ. മണിച്ചൻ്റെ കേസ് ഉൾപ്പെടെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ അത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസാണ്. അതിനെ കൊറാബറേറ്റ് ചെയ്യുന്ന വേറെ എവിഡൻസസ് ഉണ്ടായിരിക്കണം, അല്ലാതെ പേപ്പറിൽ എഴുതി വെച്ചതുകൊണ്ട് തെളിവല്ല. പിന്നെന്താണ്, ഇതുമായി ബന്ധപ്പെട്ട് പരാതിയില്ല, ഇതുമായി ബന്ധപ്പെട്ട് ഫൈനാൻഷ്യൽ ട്രെയിലില്ല, ഒന്നുമില്ല. അതിലൊരു കേസ് പോലും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞ അന്വേഷിക്കുന്നതിൻ്റെ സമഗ്രതയിൽ അന്വേഷിക്കണമെങ്കിൽ ഇതൊക്കെ അന്വേഷിക്കാം. ഇപ്പോൾ രമേശ് ചെന്നിത്തലയോ കുഞ്ഞാലിക്കുട്ടിയോ ഒക്കെ പാർട്ടിക്ക് വേണ്ടി വാങ്ങിയതാണ് എന്ന് പറയുന്നു. ശരി, പാർട്ടിക്ക് വേണ്ടി വാങ്ങുകയാണെങ്കിൽ പാർട്ടിക്ക് വേണ്ടി കൊടുക്കാനൊരു സംവിധാനം ഉണ്ടല്ലോ. പാർട്ടിക്ക് വേണ്ടി കൊടുക്കാനാണെങ്കിൽ അതിനൊരു റെസീറ്റ് എടുക്കാമല്ലോ. ആ റെസീറ്റ് ഉണ്ടോ ഇതൊക്കെ ചോദിക്കാം. പക്ഷേ ഇവിടെ ക്രൈം എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നതും അതിൻ്റെ ഫൈനാൻഷ്യൽ ട്രെയിലുള്ളതും ഈ പ്രെഡിക്കേറ്റ് ഒഫൻസ് പറയുന്നതും അതിലേക്ക് ED വരുന്നതുമെല്ലാം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റെക്കോർഡ്സ് ഉള്ള ഒരു കേസാണ്. അതുകൊണ്ട് ആ കേസിന് മറ്റേതുണ്ടല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് അതിന് ഒരു എക്സ്ക്യൂസേ ഇല്ല. അത് വേണമെങ്കിൽ അന്വേഷിക്കാം, അതിന് വേണമെങ്കിൽ പരാതി വേറെ ഉണ്ടാവാം, അങ്ങനെ അന്വേഷിക്കണമെന്ന് പറയാം, അതൊക്കെ ചെയ്യാം. പക്ഷേ ഈ കേസ് അതുപോലെയല്ല. കാരണം ഇതിന് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. പക്ഷേ അതിന് തക്കുന്ന സേവനങ്ങൾ അതിന് കൊടുത്തിട്ടില്ല. പക്ഷെ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പേയ്മെൻറ്റിനോ അല്ലെങ്കിൽ ആ സേവനത്തിനുള്ള ഡിജിറ്റൽ എവിഡൻസും ഇല്ല. അതൊരു ക്ലാസിക് കേസ് ഓഫ് ഫ്രോഡാണെന്ന് സംശയിക്കാവുന്ന എല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ED അതിനകത്തിൽ വന്നിരിക്കുന്നത്. പിന്നെ വേറൊന്നുണ്ട്, അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയനെ മാത്രമല്ല ED ഭയപ്പെടുത്തേണ്ടതുള്ളൂ. ഇപ്പോൾ പിണറായി വിജയൻ ആരാ? പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ നേതാവ് ആയതിനു ശേഷമല്ലേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡിന് വന്നിരിക്കുന്നത്. എന്ത് തരത്തിൽ, എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ്, എന്ത് തരത്തിലുള്ള പേടിപ്പിക്കാൻ പറ്റും? അതൊന്നും പറ്റില്ല. അപ്പോൾ അതൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ രമേശ് ചെന്നിത്തലയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, പാർട്ടിക്ക് വേണ്ടി പണം വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പനിയിൽ നിന്ന് പാർട്ടിക്ക് വേണ്ടി ഇല്ലീഗലായിട്ട് പണം വാങ്ങി, റെസിപ്റ്റ് ഒന്നും ഇല്ലാതെ ഇല്ലീഗലായിട്ട് പണം വാങ്ങി എന്ന് പറയുന്നത് ഒരു കേസ് എടുക്കാനുള്ള അല്ലെങ്കിൽ കേസ് കൊടുക്കാനുള്ള ഒരു സ്കോപ്പ് അതിലുണ്ടോ? അന്വേഷിക്കാം, ആർക്ക് വേണമെങ്കിലും അത് കേസ് കൊടുക്കാം. കാരണം അവിടെ പിന്നെ പാർട്ടിക്ക് വേണ്ടിയിട്ട് പണം വാങ്ങി എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിപ്പോൾ രമേശ് ചെന്നിത്തലയോ കുഞ്ഞാലിക്കുട്ടിയോ ആരും ആയിക്കോട്ടെ, പാർട്ടിക്ക് ഇനി അങ്ങനെ ഇല്ല,
പിന്നെ നമ്മുടെ പേപ്പറുകളിൽ എഴുതിയിരിക്കുകയാണ്, ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടും പരാതി കൊടുക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിന് അന്വേഷിക്കാം. ഇവിടെ പോലീസിന് വേണമെങ്കിൽ പരാതി കൊടുക്കാം, അങ്ങനെ ആർക്ക് വേണമെങ്കിലും ഇത് കൊടുക്കാം. അതൊക്കെ എത്രത്തോളം ആൾക്കാർ കൊടുക്കും, അന്വേഷിക്കും, നമുക്കറിയില്ല. ആരുടെ താല്പര്യം, കാരണം അതിനകത്തിൽ എല്ലാവരും ഉണ്ട്. ഈ അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറയുന്നത് പോലെ എല്ലാ പാർട്ടിയിലുള്ള ആൾക്കാരുടെ പേര് അതിനകത്തിലുണ്ട്. അതിൽ കോൺഗ്രസും എനിക്ക് തോന്നുന്നു മറ്റെല്ലാ പാർട്ടിയുണ്ട്, കോൺഗ്രസ് മാത്രമല്ല, കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏതാണ്ട് എല്ലാ പാർട്ടിയുണ്ട്. മാധ്യമ സ്ഥാപനങ്ങൾക്ക് പൈസ കൊടുത്തിട്ടുള്ളതുണ്ട്, ആരാധനാലയങ്ങൾക്ക് കൊടുത്തിട്ടുള്ളതുണ്ട്, അങ്ങനെ നിരവധി ആൾക്കാർക്കുണ്ട്. അതിൽ തന്നെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് SFIയുടെ മുന്നിൽ. എന്തുവാണ് ശശിധരൻ കർത്ത, CMRLൻ്റെ ആള്, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് തന്നെ നമ്മുടെ നാട്ടിൽ ഒരു ബിസിനസ് ഓടിച്ചുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ആൾക്കാരെയൊക്കെ കാണേണ്ടതുപോലെ കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് നല്ല ചിലവുണ്ടായിട്ടുണ്ട് എന്നാണ് പുള്ളി പറയുന്നത്. അതിൽ പുള്ളിക്ക് പരാതിയില്ല, ആൾക്കാർക്ക് വാങ്ങരുത്. ഇതെല്ലാമാണ് സത്യത്തിൽ ഈ ഫേക്ക് എക്സ്പെൻസസ്. 182 കോടി രൂപയുടെ എന്തോ ഫേക്ക് എക്സ്പെൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ ഫേക്ക് എക്സ്പെൻസസ് മുഴുവനും അവരവരുടെ ഒരു ലോസ് ആയിട്ടുള്ള രീതിയിലത്തേക്ക് അതിനെ പരിഗണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതെല്ലാം അന്വേഷിക്കേണ്ടതാണ്, അതിനകത്ത് സംശയമില്ല. പക്ഷേ മറ്റേത് അന്വേഷിച്ച് ഇതും കൂടി അന്വേഷിച്ചെങ്കിലേ മറ്റേ കേസ് അന്വേഷിക്കാവൂ എന്ന് പറയുകയാണെങ്കിൽ ആ കേസിലുള്ള ആൾക്കാർക്ക് രക്ഷപ്പെടാനുള്ള സാവകാശം കൊടുക്കുന്നത് പോലെയാകും. അങ്ങനെയല്ല, അതിന് എവിഡൻസസ് ഉണ്ട്, അതെന്തായാലും അന്വേഷിക്കപ്പെടേണ്ടതാണ്. മറ്റു കാര്യങ്ങളും അന്വേഷിക്കേണ്ടതാണ്, ഒരു ഡൗട്ടും ഇല്ല. പക്ഷേ അതിലിപ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലാ ആൾക്കാരും വാങ്ങിയിട്ടുള്ളത് കൊണ്ടും അതിന് ഏതെങ്കിലും ഒരു സർവീസ് കൊടുത്തിട്ടാണ് അല്ലെങ്കിൽ ഒരു ഫേക്ക് ട്രാൻസാക്ഷനാണ് എന്ന രീതിയിലത്തേക്ക് കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിലവിലതിലില്ല. കാരണം ഇപ്പോൾ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഫണ്ട് കൊടുത്തു എന്ന രീതിയിലാണ് പുള്ളിയും പറയുന്നത്, അവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷെ മറ്റിടത്ത് അതല്ല, ട്രേസ് ഉണ്ട്, സർവീസസുമായി ബന്ധപ്പെട്ട് ട്രേസ് ഉണ്ട്. ഇപ്പോൾ പാർട്ടിക്ക് സംഭാവന കൊടുക്കുന്ന സമയത്ത് പാർട്ടി തിരിച്ചൊന്നും കൊടുക്കണ്ടല്ലോ. ഇപ്പോൾ ഇലക്ഷൻ ഫണ്ടാണെങ്കിൽ ഒരു കോൺഗ്രസ്സിന് അയാൾ 50 ലക്ഷം രൂപ കൊടുക്കുന്നു, പകരം തിരിച്ച് ഞാൻ ഇന്നത് തന്നു എന്ന് പറഞ്ഞിട്ടൊരു എവിഡൻസ് ഒന്നും കാണിക്കേണ്ടതില്ല. അത് അവർ കൊടുത്തിരിക്കുന്നതാണെന്നുള്ള രീതിയിലത്തേക്ക് അത് വന്നു കഴിഞ്ഞാൽ അത് അവരുടെ ലോസിനകത്തിലൊന്നും വരില്ല, അവരുടെ സ്പെൻസായിട്ടേ വരുള്ളൂ. പിന്നെ അതിന് ഉത്തരവാദിത്വം ഇല്ലാതെ ചിലവാക്കരുത്, കാരണം ഇതൊരു പബ്ലിക് ലിമിറ്റഡ് സ്ഥാപനമല്ലേ. അപ്പോൾ അവിടെ നിന്ന് ഫണ്ട്സ് കൈകാര്യം ചെയ്തിരിക്കുന്ന മോശമായ രീതിയിലാണെന്നുണ്ടെങ്കിൽ, ബാഡ് ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ വേറെ കേസെടുക്കായിരിക്കും, അതിൻ്റെ വകുപ്പൊക്കെ എങ്ങനെയായിരിക്കാം. പക്ഷെ അതും ഇതും തമ്മിൽ ആ രീതിയിൽ കണക്ട് ചെയ്യുന്ന കാര്യമേ അല്ല എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ കേരള രാഷ്ട്രീയത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പം VD സതീശൻ, ധനമന്ത്രി കൂടിയായിട്ടുള്ള VD സതീശൻ ഒരു വൈറ്റ് പേപ്പർ പുറത്തെടുക്കുകയുണ്ടായി. അതിൽ കേരളത്തിന്റെ കടം 5 ലക്ഷത്തോളം കോടി രൂപയുടെ കടം കേരളത്തിന്റെ കടം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് VD സതീശൻ ഇനി സാലറി കൊടുക്കാൻ പറ്റില്ല, പെൻഷൻ കൊടുക്കാൻ പറ്റില്ല, ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റില്ല, ഒരു മുൻകൂർ ജാമ്യം എന്നുള്ള പോലെയാണ് ഈ കടത്തിനെ ഇദ്ദേഹം കാണുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും ഏകദേശം ഇതിനോട് തത്തുല്യമായിട്ട് ഇതിൽ കൂടുതലോ കടങ്ങളുണ്ട്. ഇന്ത്യയിൽ തന്നെ ഇതിനൊക്കെ എത്രയോ 200 കോടിയിലധികം കടമുണ്ട്. അപ്പൊ ഈ കടം എടുക്കുക അല്ലെങ്കിൽ കടമുണ്ട് എന്നുള്ളത് ഒരു എക്സ്ക്യൂസ് ആയിട്ട് കാണുന്ന തരത്തിലേക്ക് VD സതീശന് സംസാരങ്ങൾ മാറുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. ഒരു കാര്യം അതിൽ നോക്കാനുള്ളത്, പൊതുകടമെന്ന് പറഞ്ഞാൽ 5 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലാണ്. അപ്പോൾ അത് ഉണ്ടാകുന്നത് കൊണ്ട് നമ്മുടെ ബാധ്യത എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പൈസ ഇല്ല, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ ഇല്ല. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. വരുന്ന പൈസയുടെ ബഹുഭൂരിപക്ഷവും ഓൾമോസ്റ്റ് 80% നമ്മൾ ചെലവഴിക്കുന്നത് സാലറീസും പെൻഷൻസും പിന്നെ എടുത്തിരിക്കുന്ന ലോണിന് തിരിച്ചടയ്ക്കാനുള്ള ഇൻട്രസ്റ്റുമാണ്. അപ്പോൾ അങ്ങനെ ആയി കഴിയുമ്പോൾ അതിന് സസ്റ്റെയിൻ ചെയ്ത് പോകാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശമ്പളം കൊടുക്കാനോ പെൻഷൻ കൊടുക്കാനോ കഴിയുന്നില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു എക്സ്ക്യൂസ് പറയാനായിട്ട് പറ്റില്ല, കാരണം അതിനുള്ള പൈസ വരുന്നു പോകുന്നു. ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അതിനുള്ള പണം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതിനുള്ള നിലവിൽ പണം കാര്യമായിട്ടില്ല. ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ അവരുടെ മാനിഫെസ്റ്റോയിൽ കോൺഗ്രസ് UDF പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം ഈ മേഖലയിലാണ് വരിക, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും. ഇത് നടപ്പാക്കാനായിട്ട് പണം ആവശ്യമുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഉമ്മൻചാണ്ടി ഹെൽത്ത് ഇൻഷുറൻസ്, ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ്, 4 വീട് ചേരുമ്പോൾ 1 കോടി രൂപ കണ്ടെത്തണം. നമ്മുടെ നാട്ടിലുള്ള ഏതാണ്ട് എല്ലാ ആൾക്കാർക്കും ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് ഡിസ്ബേഴ്സ്മെൻറ്റ് നടക്കേണ്ടതായിട്ടുണ്ട്. ഇതിന് പണം ഇവിടെ നിന്ന് കണ്ടെത്തും. 1. 2, KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര. സൗജന്യ യാത്ര എന്ന് പറയുന്നത് ലോക്കൽ ബസ്സുകളിലാക്കാം, ഫാസ്റ്റ് പാസഞ്ചർ വരാം, സൂപ്പർ ഫാസ്റ്റ് വരാം, AC വോൾവോ ഉൾപ്പെടെയുള്ള ബസ്സുകളിലേക്ക് വരാം. ഏതെങ്കിലും ഒരു കാവിയേറ്റ് അവർ വെച്ചിട്ടുണ്ടോ? ഇല്ല. അവർ പറഞ്ഞിരുന്നത് എന്താ? KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ഞാൻ അവരുടെ മാനിഫെസ്റ്റോ വീണ്ടും എടുത്ത് നോക്കി, അതിൽ പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ കാര്യം ഇത് മാത്രമേ ഉള്ളൂ. ദീർഘദൂര സർവീസിന് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല, ഹ്രസ്വദൂര സർവീസിന് മാത്രം എന്ന് പറഞ്ഞിട്ടില്ല, ഒരു ദിവസം ഇത്ര ട്രാവലേ പറ്റൂ എന്ന് പറഞ്ഞിട്ടില്ല. ഇതിന് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കൊണ്ടുവന്നേ പറ്റുള്ളൂ. പലപ്പോഴും ലോക്കൽ ബസ്സുകളിലോ അല്ലെങ്കിൽ ലോക്കൽ പ്ലസ് ഫാസ്റ്റിലേക്കോ ഒരു ദിവസം 2 യാത്ര എന്ന രീതിയിലോ
ആ രീതിയിലത്തേക്കൊക്കെ തന്നെ പരിമിതപ്പെടുത്താനുള്ള ഇംപ്ലിമെൻറ്റേഷൻ ലെവൽ സാധ്യതകളുണ്ട്. അതിൽ എന്ത് തരത്തിലുള്ള ഒരു അഡീഷണൽ റൈഡർ കണ്ടീഷൻ കൊണ്ടുവന്നാലും അവർ പറഞ്ഞിരുന്നതിൻ്റെ വാഗ്ദാന ലംഘനം തന്നെയാണ്. കാരണം KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര എന്ന് പറഞ്ഞാൽ ഇറ്റ് കവേഴ്സ് ഓൾ കാറ്റഗറീസ് ഓഫ് KSRTC ബസ്. അതല്ലെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന നുണയായി മാറും. അപ്പോൾ അതിന് എക്സ്ക്യൂസ് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എക്സ്ക്യൂസും പറയാൻ പറ്റത്തില്ല. സ്വയം തൊഴിൽ ചെയ്യാനായിട്ട് യുവാക്കൾക്ക് 5 ലക്ഷം രൂപയുടെ വായ്പ, വേണ്ടത് പണമാണ്, അതിന് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ കഴിയുമോ? ഞാൻ പറഞ്ഞത് ഈ കോളേജിലെ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് 1000 രൂപ വീതം, പെൻഷൻ 3000 രൂപ, ആശാപ്രവർത്തകർക്ക് 21,000 രൂപ, അല്ലെങ്കിൽ ഡെയിലി 700 രൂപ, ഈ രീതിയിലത്തേക്കുള്ള റിക്വയർമെൻ്റ് എല്ലാം, അതായത് ഇതുപോലത്തെ പ്രോമിസസ് എല്ലാം ഇവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പൊതുകടവ് ഇത്രയും ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റില്ല, റീപേയ്മെൻറ്റിലേക്ക് ഇത്ര പോകുന്നു, DA ഇത്ര കൊടുക്കാനുണ്ട്, കിഫ്ബിയുടെ തിരിച്ചടവ് ഇത്രയാണ്, ഇതൊന്നും എക്സ്ക്യൂസ് അല്ല. കാരണം വൈറ്റ് പേപ്പർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമാണ് എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാമായിരുന്നു. പ്രതിപക്ഷത്ത് കോൺഗ്രസ് ഇരുന്ന സമയത്തും ആവർത്തിച്ച് കോൺഗ്രസ് പറഞ്ഞിരുന്ന എന്താണ്? സംസ്ഥാനത്തിൻ്റെ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ് എന്ന് വെച്ചാൽ പൈസ ഇല്ലെന്നാണ്. അപ്പോൾ ഇതിന് ഈ വൈറ്റ് പേപ്പർ വന്നപ്പോൾ ഇത് നിങ്ങൾ ഫാക്ച്വലായിട്ട് ഒരു ഡേറ്റയായിട്ട് പ്രസൻറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഈവൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് ദാറ്റ് യു ആർ ഷുവർ ദാറ്റ് ദർ വാസ് നോ മണി. അപ്പോൾ പിന്നെ ഈ പ്രഖ്യാപനം എവിടെ നടത്തും? ഈ പ്രഖ്യാപനം എവിടെ നടത്താൻ പറ്റും? വേറെ ഒന്നും നടത്താൻ പറ്റത്തില്ല. അപ്പോൾ അതൊരു എക്സ്ക്യൂസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ. ആ ഒരു എക്സ്ക്യൂസ് ഒരാളും തരാൻ പോകുന്നില്ല. കേരളത്തിൻ്റെ കടം കൂടുതലാണ് എന്നതിനെക്കുറിച്ച് അറിയാമായിരുന്നു. പിന്നെ ചെയ്യേണ്ടത് എവിടെയാണ്? ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് അസസ് ചെയ്യപ്പെടേണ്ടത് സർക്കാർ ചെയ്യുന്ന ഈ ധൂർത്തിനെ കുറയ്ക്കുക, മോടി പിടിപ്പിക്കൽ കുറയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളിലാണ്. നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ 21 മന്ത്രിമാരുണ്ടാവണം എന്ന നിയമമല്ല, പരമാവധി 21 വരെയാകാം. ആ 21 വരെയും വെച്ചിട്ടുണ്ട്. എന്നാൽ ഗവേണൻസിൻ്റെ താല്പര്യത്തിന് ഞങ്ങൾക്ക് 16 മന്ത്രിമാർ മതി എന്ന് തീരുമാനിച്ചോ? ഒരു മന്ത്രി, അയാൾക്ക് പേഴ്സണൽ സ്റ്റാഫും മറ്റും എല്ലാം കൂടെ ചേർന്നിട്ട് പിന്നെ ഒരു 2 ഡസൻ ആൾക്കാർ, ഈ പരിപാടി നമ്മൾ വേണ്ടാന്ന് വെച്ചോ? ഇല്ല. മന്ത്രിമാരുടെയൊക്കെ വീടുകൾ മോടി പിടിപ്പിക്കുന്ന പരിപാടി നടക്കുന്നുണ്ട്, അത് വേണ്ടാന്ന് വെച്ചോ? ഇല്ല. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും തന്നെ നമ്മൾ യാതൊരു വിധത്തിലുള്ള ശ്രദ്ധയും കൊടുക്കുന്നില്ല. എന്നിട്ട് എവിടെയാണ് ശ്രദ്ധിക്കാൻ പോകുന്നത്? അതാണ് നമ്മൾ കാണേണ്ടത്. അതിന് ഈ വൈറ്റ് പേപ്പറിൽ പറഞ്ഞിരിക്കുന്ന നമ്പേഴ്സ് എക്സ്ക്യൂസ് ആണോ എന്ന് ചോദിച്ചാൽ അബ്സല്യൂട്ട്ലി നോട്ട്. അത് ആരും അതിനൊരു ലീവേ അവർക്ക് കൊടുക്കില്ല. കാരണം അവിടുത്തെ നാച്ചുറൽ ചോദ്യം നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു. നിങ്ങളെന്ത് വിചാരിച്ച് അമേരിക്കയുടെ ട്രഷറി പോലെയാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? വോട്ട് വാങ്ങുന്നത് തന്നെ ഈ കടം പറഞ്ഞുകൊണ്ടാണ്. ഞങ്ങൾ എക്സാക്ട്ലി ഈ രീതിയിൽ പോകാൻ പറ്റില്ല. കിഫ്ബിയെ ഇവര് നേരത്തെയും എതിർത്തില്ലേ? എതിർത്തതാണ്. കിഫ്ബി എന്ന് പറയുന്ന ഓഫ് ബജറ്റ് ബോറോയിങ് എന്നത് സ്റ്റേറ്റിന്റെ തന്നെ ബാധ്യതയായിട്ട് കാണണം എന്ന് കോൺഗ്രസ് അല്ലല്ലോ പറഞ്ഞേ, CNDG അല്ലേ പറഞ്ഞേ. CNDG പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരുന്നു, എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നിട്ട് ഇതിൻ്റെ തിരിച്ചടവെന്ന് പറയുന്നത് 21,000 കോടി രൂപ പെൻഡിങ് ആണെന്നും ഇനി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന പദ്ധതികൾക്ക് 35,000 കോടി രൂപ വേണം എന്നുള്ളതും എല്ലാവർക്കും അറിയാം. ശ്രീ VD സതീശൻ പറഞ്ഞു ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, കോൺഫിഡൻഷ്യലായിട്ടുള്ള ഒരൊറ്റ ഡോക്യുമെൻ്റ് പോലും ഈ ധവളപത്രത്തിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഇത് ഓൾറെഡി പബ്ലിക് ഡൊമൈനിലുണ്ട്, എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അങ്ങനെ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ആ ഇൻഫർമേഷൻ വെച്ചിട്ട് നിങ്ങളൊരു ധവളപത്രം തയ്യാറാക്കി എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് നേരത്തെ അറിയാം ഇത്രയും പൈസ ഇവിടെ ഉള്ളൂ. അപ്പോൾ പിന്നെ ഈ പ്രഖ്യാപനം എവിടെ നടത്തും? കോൺഗ്രസ് കാണിച്ച ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം, ഈ വലിയ വാഗ്ദാനങ്ങൾ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇത്തവണ അധികാരത്തിൽ വന്നേ. കാരണം ഭരണത്തോട് അത്രയും ആൾക്കാർ പൊറുതി മുട്ടിയിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ ഇവരിത് എത്രയും പറയുകയും കൂടെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ എക്സസ് പ്രഷറുണ്ട്. അതാണ് ഭരണത്തിലുണ്ടാകാവുന്ന വലിയൊരു പ്രശ്നം, പോരായ്മ. വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ വർത്തമാനങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം.